ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. 2026 മാർച്ച് മാസം മണ്ടയ്ക്കാട് ശ്രീ ഭഗവതി അമ്മൻ ക്ഷേത്രത്തിലെ കുടമഹോത്സവത്തിന് കൊടിയേറി. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും 10 ദിവസത്തെ ഉത്സവമാണ് അവിടെ നടക്കുന്നത്. 10ാം ഉത്സവത്തിൻ്റെ അന്നാണ് പ്രസിദ്ധമായ മണ്ടയ്ക്കാട് കുടമഹോത്സവം നടക്കുന്നത്. കുംഭമാസത്തെ അവസാനത്തെ ചൊവ്വാഴ്ചയാണ് വളരെ പ്രസിദ്ധമായ മണ്ടയ്ക്കാട് കുടമഹോത്സവം. ഞങ്ങൾ ഈ 10 ദിവസ ഉത്സവത്തിലെ 7ാം ഉത്സവ ദിവസമാണ് ക്ഷേത്രത്തിൽ പോയത്. ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കന്യാകുമാരി ജില്ലയിലെ കുളച്ചിലിനടുത്തുള്ള മണ്ടയ്ക്കാട് എന്ന സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണിത്. ജഗദീശ്വരിയും ആദിപരാശക്തിയുമായ ദേവി ഭദ്രകാളി രൂപത്തിലാണ് ഇവിടെ കുടികൊള്ളുന്നത്. ഭക്തർക്ക് ഏത് ദിവസം വേണമെങ്കിലും വന്ന് എപ്പോൾ വേണമെങ്കിലും വന്ന് പൊങ്കാല ഇടാമെന്നതും ഈ ക്ഷേത്രത്തിലെ പ്രത്യേകതയാണ്. പൊങ്കാല ക്ഷേത്രത്തിലെ പൂജാരി നിവേദിക്കണമെന്നുള്ള നിർബന്ധവുമില്ല. പൊങ്കാല ഇട്ടാൽ ഭക്തർക്ക് തന്നെ നിവേദ്യം നടത്താവുന്നതാണ്. മത്സ്യമാംസാദികൾ പാകം ചെയ്ത് ദേവിക്ക് ഇവിടെ ഭക്തർ നിവേദ്യം അർപ്പിക്കുന്നു എന്നൊരു പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. ക്ഷേത്രത്തിന് അടുത്ത് തന്നെ കടലുമുണ്ട്. കടലിൽ നിന്നും പിടിക്കുന്ന മീൻ വാങ്ങിച്ച് പാചകം ചെയ്ത് ദേവിക്ക് നിവേദ്യമായി സമർപ്പിക്കുന്നു. ഞങ്ങൾ ക്ഷേത്രത്തിൽ തൊഴുത ശേഷം കടൽ കാണാൻ വേണ്ടി പോകുകയാണ്. പോകുന്ന വഴിയിലുള്ള കുറച്ച് കാഴ്ചകളാണ് ഇവിടെ ചേർക്കുന്നത്. കുംഭമാസത്തിലെ വളരെ ശക്തമായ ചൂട്, നല്ല തീപ്പൊരി പോലുള്ള വെയിലായിരുന്നു. അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി നമ്മൾ ഓരോ കുലുക്കി സർബത്ത് കുടിച്ചു. കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്നും കടലിലേക്ക് പോയത്. കടലിലേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അവിടെ കമ്പ് കൊണ്ട് കയറ് വച്ച് കെട്ടി വേലി തിരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കടലിലേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. കടൽ നല്ല മുകളിലോട്ട് കയറിയാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ തിരമാലകൾ ഉണ്ടായിരുന്നു. നമുക്ക് കാല് നനയ്ക്കാം, ചെറുതായിട്ട് കടലിലൊന്ന് കൈയും കാലൊക്കെ നനയ്ക്കാം എന്നല്ലാതെ കടലിലോട്ട് ഇറങ്ങാനുള്ള അനുമതിയില്ലായിരുന്നു. കടലിൽ കയറി വരുമ്പോൾ തന്നെ ലൈഫ് ഗാർഡ് നമ്മളോട് മുകളിലോട്ട് കയറിപ്പോകാൻ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കടലിൽ നിന്ന് കാഴ്ചകളെല്ലാം കണ്ട ശേഷം നമ്മളവിടെ നിന്നും തിരിച്ചു വന്നു. നല്ല കാറ്റുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല കൊടും വെയിലും ഉണ്ടായിരുന്നു. നല്ല വെയിലായിരുന്നു. അങ്ങനെ നമ്മൾ ഈ വർഷത്തെ മണ്ടയ്ക്കാട് കുടമഹോത്സവത്തിൻ്റെ ഒരു ദിവസം ദേവി ദർശനത്തിന് പോയി. മണ്ടയ്ക്കാടും നമുക്ക് പോകാൻ സാധിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ പോകുന്നത്. ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട ഒരു ക്ഷേത്രം തന്നെയാണിത്. പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം ഫ്രണ്ട്സ്. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.